അയ്യോ വണക്കം. റിപ്പോർട്ടർ ടി വി അഥവാ വീരപ്പൻ ടി വി, നമ്മുടെ വീരപ്പൻ ടി വിയിലെ ആൻഡോ മുതലാളി വല്ലാത്തൊരവസ്ഥയിലാണ് പെട്ടിരിക്കുന്നത്. ആൻഡോ മുതലാളിയെ ഏത് നിമിഷം വേണമെങ്കിലും ഇ.ഡി. വന്ന് അള്ളിക്കൊണ്ടു പോവുക എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ മൊട്ട അരുൺകുമാർ എങ്ങോട്ട് ചാടും എന്നാലോചിച്ച് തല പുണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാധു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക, മാതൃഭൂമിയിലൂടെയാണ് മാധു വളർന്നു വരുന്നത്. മാധു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക വളർന്നു വരാനുണ്ടായ പ്രത്യേക സാഹചര്യം, മാതൃഭൂമിയിൽ അവിടെ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ശ്രീജ ചേച്ചി ഉണ്ടായിരുന്നു. ഇവർ മാതൃഭൂമിയിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു സമയത്ത് എന്താണ്, അവിടെ വാർത്ത വായിക്കാൻ ആളില്ല, ഡിബേറ്റ് എടുക്കാനും ആളില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇതിനെ പിടിച്ച് അവിടെ വാർത്ത വായിക്കാനിരുത്തിയത്. എക്കും പൊക്കും അറിഞ്ഞുകൂടാ, സീരിയസ് ആയിട്ട് പറയണം, വെറുതെ പറയല്ല, സീരിയസ് ആയിട്ട് പറയുകയാണ്. അതുപോലെ വേറൊരെണ്ണമുണ്ട്, ലക്ഷ്മി പത്മ എന്ന് പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ന്യൂസ് 24 മലയാളത്തിലായിരുന്നു ഇരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫേസ്ബുക്കിൽ നിരന്തരം പോസ്റ്റ് ഇടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്ന് ഇറങ്ങിയോ എന്ന് എനിക്ക് വ്യക്തമല്ല, പക്ഷേ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അല്ല, അത്രയേ ഉള്ളൂ. എന്തായിരുന്നാലും ഈ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, ഇപ്പോൾ നിരന്തരം ഫേസ്ബുക്കിലൊക്കെ എഴുതി ഇടുന്നുണ്ട്. ഇവർ ഈ എഴുതിയിടുന്ന സാധനത്തിനെ നമ്മൾ വിമർശിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റേ സംഭവമായി പോകും. മറ്റേ അനുപമ പരമേശ്വരൻ ഇപ്പോൾ വന്ന് പറഞ്ഞല്ലോ, എന്തായാലും നാർസിസ്റ്റിക് ടോക്സിസിറ്റി, അതാണ് നമ്മളെന്ന് പറയുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ വാക്കുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വരികയാണ്. ഇത് നാർസിസ്റ്റിക് ടോക്സിസിറ്റിയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഞങ്ങളെ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഉരുവി പോകുന്നു, അതുകൊണ്ട് ഞങ്ങളൊന്നും പറയരുത് എന്നങ്ങ് പറഞ്ഞാൽ പോരെ. എന്നാൽ സ്വന്തം തെറ്റോ സ്വന്തമായിട്ടുള്ള എന്താണ് ഇതൊന്നും അംഗീകരിക്കാനും പറ്റത്തില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ എന്തുകൊണ്ട് ഹെഡ്ഗേവാർ പങ്കെടുത്തില്ല എന്നൊക്കെയാണ് ജാനലി ഗേറിയിൽ നിന്ന് ചോദിക്കുന്നത്. എടാ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാൻ ഹെഡ്ഗേവാർ ആ സമയത്ത് ജീവിച്ചിരിപ്പില്ല. അതിന് മുമ്പ് ഹെഡ്ഗേവാർ ദിവംഗതനായി. ഇത് സത്യം പറഞ്ഞാൽ അന്ന് ആ ലക്ഷ്മി പത്മ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ശങ്കുട്ടി ദാസായിരുന്നു അപ്പുറത്തിരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ശങ്കുട്ടി ദാസ് നിങ്ങളെന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്. അദ്ദേഹം വളരെ മാന്യമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിക്കുന്നത്. വേറെ വല്ലവരും അല്ലെങ്കിൽ വലിച്ച് കീറിയേനെ, എന്തൊക്കെ ട്രോളായിരുന്നേനെ, ആ അതിഭീകരമായിട്ടുള്ള ട്രോളായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് നമ്മുടെ ഈ ലക്ഷ്മി പത്മ ഇറക്കുന്നത്. അതുപോലത്തെ ഒരു ഐറ്റമാണ് ഈ മാധു സജി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയും. എന്തായാലും മാധു സജി ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ ഇരിപ്പുണ്ട്. മാന്യമായിട്ട് മാതൃഭൂമിയിൽ ഇരുന്നതാണ്. മാതൃഭൂമിക്ക് ആകുമ്പോൾ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ, മാതൃഭൂമി എന്നൊക്കെ പറയും. ഇപ്പോൾ മൊത്തം ഓഹരിയും സുഡാപ്പികളെ കയ്യിലാണെങ്കിൽ പോലും കൊള്ളാം, ക്രെഡിബിലിറ്റി ഉണ്ട്. മാതൃഭൂമി, മനോരമ എന്നൊക്കെ പറയുമ്പോൾ, ഏഷ്യാനെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത് വെള്ളത്തിൽ വന്ന കുമിള പോലെയാണ്, എപ്പോൾ വേണോ പൊട്ടിപ്പോകും. അങ്ങനത്തെ രീതിയിലാണ് ഈ ചാനലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻഡോ മുതലാളി ഒരു ക്രിമിനൽ കൂടെയാണ്. അത് കുപ്രസിദ്ധമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആൻഡോ മുതലാളിയുടെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. ഈ കേസുകളെല്ലാം തന്നെ ഉള്ള കേസുകളാണ്. ഈ ഉള്ള കേസുകളും വെച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ ആൻഡോ മുതലാളി കാണിക്കുന്ന ഷോ ഉണ്ടല്ലോ, ഇടേ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ആൻഡോ മുതലാളി നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ അങ്ങോട്ട് കുറേ ആൻഡോ മുതലാളി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന കണ്ടു. ഈ മരമ്പുറി മുതലാളി ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10 ചോദ്യം എഴുതിയിട്ട് നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അതായത് ഇതെല്ലാം നിങ്ങൾ തെളിയിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇതൊക്കെ നമ്മൾ നിൻ്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമല്ലേ, ഇതൊക്കെ നമ്മളടുത്ത് ചോദിച്ചിട്ട് നമ്മൾ തെളിയിക്കണമെന്നും, ഇതൊക്കെ നമ്മൾ നിൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ. എവിടെ മെസ്സി? ഒന്നാമത്തെ കാര്യം, ഏത് വിൻഡോയിൽ കൂടെ ഇനി മെസ്സി പുറത്തോട്ട് ചാടും? ഇതൊക്കെയാണ് നമ്മൾ നിൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതൊന്നും അറിയില്ല. കുറേ മാധ്യമപ്രവർത്തകരെ എടുത്ത് പൈസയുടെ ഹുങ്കിൽ ഇങ്ങനെ ആ മാധ്യമപ്രവർത്തകരുടെ ഒരു അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ അവിടെയുള്ള മാധ്യമപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അന്തസ്സായി നട്ടല് നിവർത്തി നിന്ന് ഒരു ദിവസമെങ്കിലും മാധ്യമപ്രവർത്തനം നടത്തിയിട്ട് മരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മൊട്ടയോട് ഞാൻ പറയുന്നില്ല, കാരണം പൈസ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊട്ട ഇനിയിപ്പോൾ എന്തും ചെയ്യും. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. ജനൻ ടി വി ഇപ്പോൾ 20 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൊട്ട ഓടിച്ചെന്ന് അതിലിരിക്കുമെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും മൊട്ട എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ, അയാളെ ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. കാരണം അയാൾക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നുണ്ട്. ഇത് പ്രൊഫസറോ കാര്യങ്ങളോ എന്തൊക്കെ സംഭവങ്ങളായിരുന്നു. അങ്ങനെ ആ പ്രൊഫസറായിട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ആൻഡോ അഗസ്റ്റിൻ വലയിട്ട് പിടിച്ചത്, പൈസയുടെ കനം. അങ്ങനെ വലയിട്ട് പിടിച്ച് കൊണ്ടിരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പട്ടിപ്പണി എടുപ്പിക്കുന്നു. ഇത് പട്ടിപ്പണി എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മുടെ അണ്ണ ഉണ്ടല്ലോ, നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് അണ്ണ ഇറങ്ങി ഏഷ്യാനെറ്റ് ന്യൂസിലോട്ട് പോയി. ഇപ്പോൾ ഡെയിലി ഒരു സ്റ്റോറി എടുത്താൽ മതി. മോദിയുടെ തള്ളക്കി വിളിക്കുക, സംഘികളെ തള്ളക്കി വിളിക്കുക, സൈഡിൽ മാറിയിരിക്കുക, ഇത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ ഇലക്ഷൻ വരുമ്പം കുറച്ച് നേരം കൂടുതൽ നിൽക്കണം, അത്ര മാത്രമേ ഉള്ളൂ. മുട്ടിനൊന്നും വയ്യ എങ്കിലും നിൽക്കണം കുറച്ച് കൂടുതൽ നേരം, അത്ര മാത്രമേ ഉള്ളൂ. മറ്റേ അവിടെ അങ്ങനെയല്ല പരിപാടി. രാവിലെ വരണം, ഡിബേറ്റ് ഉണ്ട്, മീറ്റ് എഡിറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഈ ഇലക്ഷൻ വല്ലതും വന്നു കഴിഞ്ഞാൽ നിന്ന് കാരണം, കൂവണം, കക്കൂസിന് കുഴിയെടുക്കണം, എന്തൊരു പണിയായിരുന്നു. പട്ടിപ്പണി. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സീനിയറായിട്ടുള്ള മാതൃഭൂമിയിലെ ചീഫ് എഡിറ്ററൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നില്ലേ ഞാൻ, എന്നെ എങ്ങനെയായിട്ട് പണിയെടുപ്പിക്കാൻ പോടാ എന്നായിരിക്കും സത്യം പറഞ്ഞാൽ അങ്ങേര് വിചാരിച്ചത്. അങ്ങേര് ഇറങ്ങി ഓടിക്കളഞ്ഞു. അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ സുജയ പാർവതി ഇപ്പോൾ അന്തസ്സായിട്ട് ബിഗ് ടി വിയിലെ ചീഫ് എഡിറ്ററായിട്ട് കയറി ഇരുന്നുകൊണ്ട്
അലിക്സ്പ്രേ ആയിപ്പോയി. അതായത് നാട്ടുകാർ ആ ചാനലും കാണാറില്ല, വാർത്തയും കാണാറില്ല, ഇവിടെയാണെന്ന് ആർക്കും അറിഞ്ഞും കൂടെ. ഈ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ചാനൽ മുതലാളി തൻ്റെ ഈ ക്രിമിനൽ സംഭവങ്ങളൊക്കെ വെളുപ്പിക്കാൻ ചാനലിനകത്ത് കുറേ ഗുണ്ടകൾ, മാപ്രകളെന്ന് പറയാൻ പറ്റില്ല, മറ്റേ ഗുണ്ടകളെന്ന് വേണം പറയാം. കഴിഞ്ഞ ദിവസം മറ്റേ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്ന് ഒരുത്തൻ തട്ടിക്കയറുന്നത്, ഭീഷണിയൊക്കെ എന്നിട്ട് വീട്ടിൽ കൊണ്ട് വെച്ചാൽ നാം കുത്തി മലത്തിക്കളയുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അവിടെയുള്ള ആൾക്കാരോടൊക്കെ. ഇതാണ് അവിടുത്തെ മാപ്രകളുടെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ റോഷി പാഴ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനും അതിനകത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ആ പേരിട്ട് കൊടുത്തത് ശ്രീജിത്ത് പണിക്കരാണ്. വെറുതെ ശ്രീജിത്ത് പണിക്കരോടൊന്നും കയറി മുട്ടാൻ പോലെ അങ്ങേര് വലിച്ചു കയറി ഒട്ടിച്ച് കളയും. നിനക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങേര് എടുത്ത് നിരത്തും കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ അങ്ങേരെ ബഹിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ ചാനലിൽ പിടിച്ചിരുത്താൻ നിനക്കൊക്കെ പേടിയാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. അല്ലാതെ ഇത് നാർസിസ്റ്റിക് ടോക്സിസിറ്റിയാണ്, ഇയാളൊരു ടോക്സിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, ഫാസിസ്റ്റാണ്, നാസിസ്റ്റാണ്, മുസോളനിസ്റ്റാണ്, പെർവർട്ടാണ്, വിമനൈസറാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് അവൻ്റെ പോയിൻറ്റ്സ് എനിക്ക് നിരത്താൻ, എനിക്ക് ഖണ്ഡിക്കാൻ പറ്റുന്നില്ല. ആ മൊട്ട അരുൺകുമാറുമായിട്ടുള്ള 24 ന്യൂസിലെ ജനകീയ കോടതി കണ്ടല്ലോ. ആ ജനകീയ കോടതിയിൽ മൊട്ട അരുൺകുമാർ ശ്രീജിത്ത് പണിക്കരുടെ എതിരെ ഇരിക്കുന്ന വക്കീലിൻ്റെ മടി കയറിയിരുന്നുകൊണ്ടാണ് വാദിച്ചത്. എന്നിട്ട് പോലും രണ്ടും കൂടെ മുങ്ങിത്താണു. ഇതാണ് അവസ്ഥയെന്ന് പറയുന്നത്. ആ ശ്രീജിത്ത് പണിക്കർ കഴിഞ്ഞ ദിവസം, അതായത് ഓരോ ദിവസവും നമ്മുടെ മുതലാളി ഓരോ പോസ്റ്റുമായിട്ട് എത്തും. ഭീഷണി പോസ്റ്റാണ്, 2 മണിക്കൂർ കൂടെ ഞാൻ കാക്കും, അത് കഴിഞ്ഞും കുത്ത് 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 കഴിഞ്ഞ് ബാക്കി നമ്മൾ പൂരിപ്പിച്ചോണം. ഇവ എന്തോ ആറ്റം ബോംബ് ഇടാൻ പോകുന്നു എന്ന രീതിയിലാണ് അവൻ പോസ്റ്റ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം പോസ്റ്റ് വരും, നാളെ രാവിലെ 8 മണിക്ക് റിപ്പോർട്ടർ ചാനലിൽ കുത്ത് 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 കഴിഞ്ഞ് പിന്നെ നമ്മൾ വീരിപ്പിച്ചോളണം. ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ നമ്മുടെ റോഷിപ്പാഴ് അടക്കം ആ പോസ്റ്റ് ഇട്ടിരുന്നു. റോഷിപ്പാഴ് എന്തോ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ അത് ഞാൻ ട്രോൾ ഇതാ. ഇപ്പോൾ ഇതാണ് ട്രോളൽ. ഒന്ന് ഫുട്ബോൾ, ഒന്ന് മൈക്ക് മാപ്ര, ഒന്ന് വീരപ്പൻ്റെ മീശ. ഇതാണ് സെറ്റപ്പ്. ഒന്ന് മാങ്കോ ഫോൺ, എല്ലാം മായാണ്. മെസ്സി, മാംഗോ, മരമുറി എല്ലാം മായാണ്. വെച്ച് കക്കുന്ന കള്ളനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എന്തായിരുന്നാലും അങ്ങനെ മായിൽ തുടങ്ങി ശ്രീജിത്ത് പണിക്കർ ഇട്ടിരിക്കുന്ന പോസ്റ്റ്, എല്ലാവരും രാവിലെ 8 മണിക്ക് വീരപ്പ ടി വി വയ്ക്കണമെന്ന് വിൻഡോ അഗസ്റ്റിൻ്റെ സ്ഥാപനത്തിൽ നിന്നും പുട്ടി സ്പെഷ്യലിസ്റ്റ് റോഷിപ്പാൽ അറിയിക്കുന്നു. റോഷിപ്പാലാണ് പുട്ടി സ്പെഷ്യലിസ്റ്റ്. ഇനി മിക്കവാറും റോഷിപ്പാൽ അടുത്തൊരു പുസ്തകം എഴുതാൻ സാധ്യതയുണ്ട് അവനൊപ്പം. ഇപ്പം അവൾക്കൊപ്പം എഴുതിയല്ലോ. കാരണം ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ വെറുതെ വിട്ടിട്ടും റോഷിപ്പാഴ് വെറുതെ വിടാനായിട്ട് തയ്യാറായിട്ടില്ല. പോരാത്തതിന് റോഷിപ്പാഴിൻ്റെ കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ശ്രീജിത്ത് പണിക്കർ തന്നെ ഇട്ടിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഈ റോഷിപ്പാഴ് എന്ന് പറയുന്ന വ്യക്തി ഈ രാവിലെ വാർത്ത കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പം രാവിലെ 8 മണിക്ക് റിപ്പോർട്ടർ ചാനൽ വെക്കണം. റിപ്പോർട്ടർ ചാനൽ വെച്ച് ഈ ഗിമിക്സൊക്കെ കാണിക്കുന്നുണ്ട്. ഇവന്മാരെ ഈ കള്ളത്ത രോഗം മറയ്ക്കാനുള്ള ഗിമിക്സ്, മറ്റേ ഇവന്മാരെ കുറേ പോസ്റ്റ് അള്ളി എടുത്തുകൊണ്ട് പോയി. അത് വി.ഡി. സതീശൻ്റെ തലയിൽ വെച്ച് കൊടുത്തിരിക്കണം ഇപ്പോൾ ഇവന്മാരെല്ലാം കൂടെ. ഇപ്പം മെറ്റ തിരിച്ചിട്ടു. അത് മെറ്റയ്ക്ക് പരാതി കൊടുത്തപ്പോൾ മെറ്റ തിരിച്ചിട്ടു. ഇത് നമ്മൾ ഇന്ന പോസ്റ്റാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ അമേരിക്കൻ സായിപ്പന്മാർ നിയന്ത്രിക്കുന്ന കാര്യമാണ്. ഈ അമേരിക്കൻ സായിപ്പന്മാർ നിയന്ത്രിക്കുന്ന സാധനത്തിനാണ് നീയൊക്കെ കിടന്ന് സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം കൊണ്ടുവച്ചു. അടിയാധാരം വരെ അതിനകത്താണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പുറത്ത് നരേന്ദ്രമോദി ആരോഗ്യ സേതു എന്ന് പറഞ്ഞ ആപ്പ് തുടങ്ങിയാൽ പറയും, അയ്യോ ഞങ്ങളുടെ ഡാറ്റ അടിച്ചുകൊണ്ട് പോണേ എന്ന് പറയും. അതേസമയം നീയൊക്കെ നിൻ്റെ ജിമെയിൽ, പാസ്വേഡ്, ബാങ്ക് അക്കൗണ്ട്, കരം തീർത്ത രസീത്, ജനന സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത് മെറ്റയ്ക്ക്, ഇൻസ്റ്റാഗ്രാമിനും, ഗൂഗിൾ പേ, ഫോൺ പേ ഒന്നും ഇന്ത്യൻ കമ്പനിയിലാട്ടോ, അതൊക്കെ വാൾമാർട്ടിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ കാര്യമാണ്. അപ്പോൾ നിനക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നേരെ ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധപ്പെടുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങേര് പോലും മെറ്റയുടെ ഈ ശല്യം സഹിക്കാൻ വയ്യാതെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മെറ്റ അങ്ങേർക്ക് പോലും സ്വസ്ഥത കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്. ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് മെറ്റ എന്ന് പറയുന്നത്. അതൊക്കെ അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും റോഷിപ്പാഴിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ റോഷിപ്പാഴ് ഇതിനകത്ത് എന്താണ് വലിയ രീതിയിൽ ഒരു വാർത്ത കൊണ്ടുവരാൻ പറഞ്ഞ് ശ്രീജിത്ത് പണിക്കർ അതിനെ ട്രോളി. അതിൻ്റെ താഴെ റോഷിപ്പാഴ് വന്നൊരു കമൻ്റ് ഇട്ടു, PR വർക്ക് തുടരുക എന്നാണ് ആ കമൻറ്റ്. അതിന് താഴെ ശ്രീജിത്ത് പണിക്കർ കൊടുത്ത മറുപടി, പക്ഷേ അതിനായി നുണ പറഞ്ഞ് പുസ്തകം എഴുതാനും 3 SLR ക്യാമറ ഒരാളുടെ നേരെ മുന്നിൽ പിടിച്ച് ഒളിക്യാമറ ഇൻ്റർവ്യൂ എടുക്കാനും ലൈഫ് ജാക്കറ്റും ഇട്ട് മൈക്കും പിടിച്ച് ഉടായ്പ് തള്ളാനും വയ്യ. റോഷി അതിനൊക്കെ വീരപ്പൻ TV ഉണ്ടല്ലോ എന്നാണ് അണ്ണാക്കിലല്ല അഞ്ഞനാളത്തിൽ അടിച്ചു കൊടുത്തവരായിപ്പോയി. അതായത് ഇവർ റോഷിപ്പാൽ നടത്തിയ സ്റ്റിങ് ഓപ്പറേഷനാണ്. ആ സ്റ്റിങ് ഓപ്പറേഷനിൽ ഈ റോഷിപ്പാൽ നടത്തുന്ന സ്റ്റിങ് ഓപ്പറേഷൻ ക്യാമറ ഇങ്ങനെ താഴെ ഇങ്ങനെ ഇരിക്കുന്നു. സ്റ്റിങ് ആണ് കേട്ടോ, താഴെ ഇങ്ങനെ ഇരിക്കുന്നു. ഒളിക്യാമറയാണ് കേട്ടോ. ഈ ഒളിക്യാമറ എടുക്കുകയാണ്, വലിയൊരു സെറ്റപ്പ് ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പിടിയിട്ടാ പുള്ളിയില്ല, ബൈറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റിങ് ഓപ്പറേഷൻ നടത്തുമ്പോൾ ആ ഇടയ്ക്ക് ഫ്രെയിം ഇങ്ങനെ വരും. അതായത് ഇങ്ങനെ താഴ്ന്ന് ഇങ്ങനെ കാണും. അപ്പോൾ അത് നമ്മളിങ്ങനെ ക്യാമറ കൈ പിടിച്ച് ഒളിച്ച് നിന്ന് എടുക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഇടയ്ക്ക് റിപ്പോർട്ടർ TVയിലെ ക്യാമറ വെച്ച് ഫ്രണ്ടിൽ ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ. പിന്നെന്തോന്ന് സ്റ്റിങ് ഓപ്പറേഷൻ എന്ന് നാട്ടുകാരെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇവന്മാർക്ക് മറുപടി ഇല്ലായിരുന്നു. എന്തായാലും റോഷിപ്പാഴ് ഇട്ട
പോസ്റ്റ്. ഷടാ വീരപ്പൻ ടി വിയിലെ റോഷിപ്പാഴിനെ കുറിച്ചുള്ള എൻ്റെ പോസ്റ്റ് കണ്ട് റിപ്പോർട്ടർ ടി വിയിലെ റോഷിപ്പാൽ അസ്വസ്ഥനാകുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് മറ്റൊരു ട്രോൾ ശ്രീജിത്ത് പണിക്കർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും റോഷിപ്പാഴ് സ്വാഭാവികമായിട്ട് റോഷിപ്പാഴിന് നോവുമല്ലോ. റോഷിപ്പാഴിന് നോവുമ്പം റോഷിപ്പാഴിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ചില പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ റോഷിപ്പാഴ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ റോഷിപ്പാഴ് പറയുന്നത് ഒരു ഡസ്റ്റ്ബിന്നിൻ്റെ ഫോട്ടോ, ആ ഡസ്റ്റ്ബിന്നിൻ്റെ ഫോട്ടോ ഇങ്ങനെ കൊടുത്തിട്ട് ഡസ്റ്റ്ബിന്നിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് റോഷിപ്പാഴ് പറയുകയാണ്, PR പണിക്കരുടെ ആക്രി നിരീക്ഷണം തുടരട്ടെ. അതാണ് നമുക്കൊന്നും പറയാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കും. ആക്രി നിരീക്ഷകൻ, മറ്റതാണ് മറിച്ചതാണ്, ഈ കൊച്ചു പിള്ളേരെ പോലെയല്ലേ അങ്ങനത്തെ ഉപയോഗിക്കും, ചില തെണ്ടി പിള്ളേരുടെ സ്വഭാവം അതങ്ങനെയാണ്. അതായത് നമുക്ക് ഈ ഒന്നും സ്വന്തമായിട്ട് പറയാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കും. കാരണം ആശയമില്ല, വാക്കുകളില്ല പറയാൻ. അതുകൊണ്ട് ആക്രി നിരീക്ഷകൻ, വാടക നിരീക്ഷകൻ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിക്കും. ഏതാ സിനിമയിൽ മോഹൻലാൽ എന്തിനോ പറയുന്നത് പോലെ, എന്താ പിള്ളേച്ച ചില തെണ്ടി പിള്ളേരെ പോലെ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. ഈ PR പണിക്കരുടെ ആക്രി നിരീക്ഷണം തുടരട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തേടി പല പാർട്ടികളിലും ഓഫീസുകളിലും PR പണിക്കർ കയറി ഇറങ്ങിയെന്നാണ് കരക്കമ്പി. അതും അവന് ഉറപ്പില്ല. അവൻ കയറി ഇറങ്ങിയെന്ന കരക്കമ്പി അവൻ കേട്ടിട്ട് അവൻ ആദ്യം ഇവിടെ വന്ന് ഛർദ്ദിച്ച് വയ്ക്കുകയാണ്. അന്തിച്ചർച്ചയിൽ തള്ളിയതുപോലെ ഉപകാരസ്മരണ മുതലാളി കാണിക്കാതിരിക്കുന്നതിനുള്ള നിരാശയാണ് PR പണിക്കർക്കെന്ന് കേൾക്കുന്നു. ഒരേ സമയം RSSനെയും കോൺഗ്രസിനെയും സുഖിപ്പിക്കാൻ വല്ലാത്ത കഴിവാണ് ഈ പണിക്കർക്ക്. രാഷ്ട്രീയ നിരീക്ഷണം തുടരട്ടെ, സോറി ആക്രി നിരീക്ഷണം തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ പോസ്റ്റ് ഇട്ട് ചെയ്യുന്നത്. എന്തായിരുന്നാലും പണിക്കർ അവരെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് ഇയാൾ പറയുന്നു. അത് എനിക്കറിയില്ല. ഇനി പണിക്കർ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അല്ലാതെ ഇതുപോലൊരു കൊടും ക്രിമിനലിൻ്റെ ചാനലിൽ കയറിയിൽ നിന്നും നട്ടല് വളച്ച് അവൻ്റെ ഷൂ നക്കി എന്താണ് ആ കാല് കഴുകി വെള്ളം കുടിച്ച് നാട്ടുകാരെ മുഴുവൻ ആ വാക്ക് വേണ്ട പറ്റിച്ച് നടക്കുന്നതിനെക്കാട്ടിൽ അന്തസ്സുണ്ട്. അതാണ് ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി റോഷിപ്പാൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ശ്രീജിത്ത് പണിക്കർ വിട്ടുകൊടുക്കുമോ? അങ്ങേര് വിട്ടുകൊടുക്കില്ല. അങ്ങേരെ സ്വഭാവം എനിക്ക് നല്ലതുപോലെ അറിയാം. എന്തായാലും ശ്രീജിത്ത് പണിക്കർ അങ്ങേര് തിരിച്ചൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റാണ് ഗംഭീരമായിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത്. വലിയൊരു പോസ്റ്റാണ്. ഞാൻ റോഷിപ്പാലിനൊപ്പം. എന്നോട് PR ജോലി തുടരാൻ ഉദ്ദേശിച്ച് എൻ്റെ പോസ്റ്റിലിട്ട കമൻറ്റ് തേഞ്ഞതോടെ സ്വന്തം ഫേസ്ബുക്കിൽ എൻ്റെ PRനെ കുറിച്ച് ഒരു പോസ്റ്റിട്ട് ആശ്വാസം കൊള്ളാൻ റിപ്പോർട്ടർ TVയിലെ മാധ്യമശ്രേഷ്ഠൻ ശ്രീമാൻ റോഷിപ്പാൽ ശ്രമിച്ചു. അതിൽ തെറ്റില്ല. ഞാൻ റോഷിക്കൊപ്പം. എൻ്റെ നിരീക്ഷണം മോശമാണെന്ന് കാണിക്കാനാവും റോഷി തൻ്റെ പോസ്റ്റിനൊപ്പം ഒരു ചവറ്റുകുട്ടയുടെ പടവും കൊടുത്തിട്ടുണ്ട്. അത് റോഷിയുടെ സ്വാതന്ത്ര്യം. ഞാൻ റോഷിക്കൊപ്പം. എന്തായാലും ആ പോസ്റ്റിൽ വീണ കമൻറ്റുകൾ വായിക്കരുതേ എന്നാണ് എനിക്ക് റോഷിയോട് പറയാനുള്ളത്. ലോലഹൃദയനാണെങ്കിൽ അതൊന്നും റോഷി താങ്ങൂല. റോഷിയുടെ മാധ്യമ പ്രവർത്തനത്തെ ആൾക്കാർ ആ ചവറ്റുകുട്ടയിലേക്ക് എറിയുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് അവിടെ ഉള്ളത്. എത്ര ക്രൂരം. എങ്കിലും ഞാൻ റോഷിക്കൊപ്പം. പിന്നെ റോഷി പറയുന്നത് ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പലരോടും സീറ്റ് ചോദിച്ച് നിരാശയിലാണെന്നാണ്. പ്രിയപ്പെട്ട റോഷി, എനിക്ക് സീറ്റ് ഓഫർ ഉണ്ടായിരുന്നെന്നും അത് വേണ്ടെന്ന് വെച്ചത് ഞാനാണെന്നും ഇന്നാട്ടിൽ ശരിയായ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ വീരപ്പൻ TV ഒഴികെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 24 ന്യൂസ് കൊടുത്ത വാർത്തയുടെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. വിവരക്കേട് പറയുന്നതിൽ തെറ്റില്ല. എങ്കിലും ഞാൻ റോഷിക്കൊപ്പം. പക്ഷേ സാങ്കല്പിക കോമഡി ചാനലായ വീരപ്പൻ TVയിലെ ഒരു റോഷിപ്പാഴ് ക്യൂബള തെരഞ്ഞെടുപ്പിന് ശേഷം 4 മന്ത്രിമാരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആവാൻ തിണ്ണ നിരങ്ങിയ കാര്യവും അവർ 4 അയാളെ ആ തിണ്ണയിൽ നിന്ന് തൂത്തുകോരിയെടുത്ത് ഇതുപോലൊരു ചവറ്റുകുട്ടയിലിട്ടതും ഞാൻ അറിഞ്ഞെന്ന് റോഷി മനസ്സിലാക്കണം. മറ്റാർക്കും ഒന്നും അറിയില്ലെന്ന ചിന്തയും ഒരു തെറ്റല്ല. ഞാൻ വീണ്ടും റോഷിക്കൊപ്പം. റോഷി സത്യസന്ധമായ ആൻഡോയെ നമ്മൾ സംരക്ഷിക്കണം. ആൻഡോയ്ക്കെതിരായ മാംഗോ ഫോൺ, മുട്ടിൽ മരമുറി, മെസ്സിയുടെ വരവ് വിഷയങ്ങളിൽ അവനൊപ്പം എന്നൊരു പുസ്തകം എഴുതണമെന്നും അടുത്ത നവംബർ വിൻഡോയിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കണമെന്നും ഞാൻ റോഷിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. നവംബർ വിൻഡോ മിസ്സായാൽ നമുക്ക് മാർച്ച് വിൻഡോ പിടിക്കാം. അതിൻ്റെ പ്രകാശനം നടത്താൻ മെസ്സിയും എംബാപ്പയും റൊണാൾഡോയും ഒന്നിച്ചു വരട്ടെ. ആ പുസ്തകമെങ്കിലും ഈ ചവറ്റുകുട്ടയിൽ വീഴാതിരിക്കാൻ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കും. ഞാൻ റോഷിക്കൊപ്പം. റോഷി ആൻഡോയ്ക്കൊപ്പം, ഞാൻ റോഷിക്കൊപ്പം, നമ്മൾ അവനൊപ്പം. അപ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അണ്ണാക്കിലല്ല, ഇത് അന്നനാളത്തിലുമല്ല, അവിടെയും ഇത് വല്ലാത്തൊരു അടിയായിപ്പോയി, മർമ്മത്തിലുള്ളൊരു അടിയായിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും ഇത് കണ്ട് കുരുപൊട്ടിയ റോഷി വീണ്ടും ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തി. ആ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. PR പണിക്കർക്ക് വല്ലാതെ നൊന്തിട്ടുണ്ട് എന്നാണ്. അടിയെല്ലാം കിട്ടി, ഇനി വയ്യ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. പ്രിയപ്പെട്ട പണിക്കരെ, പ്രിയപ്പെട്ട എന്നൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ മുതലാളി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേദന സഹിക്കാൻ വയ്യാതെ സ്വന്തം വാളിൽ കരയുകയാണ് പണിക്കർ. പ്രിയപ്പെട്ട ചന്ദ്രശേഖർജി, ഇനിയെങ്കിലും നിങ്ങൾ ആ പണിക്കരെ കൈവിടരുത്. ഇനി എല്ലാവരും കൈവിട്ടാൽ ഏഷ്യൻ പെയിൻറ്റ്സ് താങ്കളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നാ കോമഡിയാണ് ഇത്. 1947 എക്സ്പയർ ആയ കോമഡിയും കൊണ്ട് വന്നിരിക്കുന്നു ബ്ലഡി ഫൂൾ. ഇനിയും വേട്ടക്കാരെ വെളുപ്പിക്കാൻ കുറേ പെയിൻറ്റ് വേണ്ടി വരുമല്ലോ PR പണിക്കരെ. ഞാൻ നിങ്ങൾക്കൊപ്പമല്ല. പിന്നെ ഒരു തീരപടം, ആ തീരപ്പുറത്ത് 2 വാക്കുകൂടെ ഇടണം. എന്തായാലും ഞാൻ ഇടുന്നില്ല. എന്തു തന്നെയായിരുന്നാലും അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള കമൻറ്റാണ്. ഇവനെ പണിക്കര് തേച്ചൊട്ടിച്ചു.
നൊന്തതും തേഞ്ഞതും യവനിപ്പോൾ പോസ്റ്റ് ഇട്ട് ആത്മരതി നുകരുന്നു. കൊള്ളക്കാലിൻ്റെ ചാനൽ വാ തുറക്കുന്നത് നുണ പറയാനും പരത്താനും. ലോകത്തെ മുഴുവൻ പറ്റിച്ച് ജീവിക്കുന്ന ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങി ജീവിക്കുന്ന മറ്റൊരുത്തൻ. അതിന് നമ്മുടെ നാട്ടിൽ വേറൊരു ചൊല്ലുണ്ട്, എത്തി നോക്കുന്നവൻ്റെ ചന്തിയിൽ ഏണി ചാരി നോക്കുന്നവൻ എന്ന് പറയും. എന്തായാലും തനിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ വീരപ്പൻ്റെ സ്ഥാനം വിട്ട് നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കും, കൊള്ള മുതലിൻ്റെ പങ്ക് പറ്റി ജീവിക്കാതെ എന്നൊരു ഉഗ്രം കമൻറ്റ് പറയാതിരിക്കാൻ വയ്യ. അതിന് മാത്രം 940 ലൈക്കുണ്ട്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പം 1K ലൈക്ക് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോസ്റ്റിടും പണിക്കർ തേച്ചൊട്ടിക്കും. തേയാനിനിയും മരം കൊത്തി ചാനലിൻ്റെ ജന്മം ബാക്കി. ആദർശം വിളമ്പുന്നതിന് മുമ്പ് വീരപ്പൻ്റെ ചാനൽ വിട് റോഷി, എന്നിട്ട് വാ, അപ്പോൾ ജനം ബഹുമാനിക്കും എന്ന് വേറൊരാൾ. വലിയ മാധ്യമപ്രവർത്തകനാണെന്ന് പോലും. ഇന്നലത്തെ പിള്ളേർ വരെ നിന്നെ വാരി അലക്കുവാണല്ലോ. മുതലാളി കള്ളനാണെന്ന് അറിഞ്ഞിട്ടും പാല് പോലെ വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവണല്ലോ മുത്തേ, മിൽക്കിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ട്രോൾ കമൻറ്റും. ഇപ്പോൾ ശരിക്കും കരയുന്നത് നീയാണല്ലോ. എന്താ സംഭവം എന്നറിയാൻ പുള്ളിയുടെ FB ചെക്ക് ചെയ്തപ്പോഴേ ചിരിച്ച് ഞാനൊരു വഴിയായ, അങ്ങനെ ഇങ്ങനെ തേച്ചൊട്ടിച്ച് കളഞ്ഞല്ലോ ആ മഹാഭാവി എന്ന് പറഞ്ഞ് വേറൊരു കമൻറ്റ്. അതായത് ചില ആൾക്കാരൊന്നും പണിക്കരുടെ പോസ്റ്റ് കണ്ടില്ല, ഇയാളുടെ പോസ്റ്റ് കണ്ടപ്പോഴാണ് എന്താണ് സംഭവം. സത്യം പറഞ്ഞ് ഇയാളുടെ പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാനും ഇതെന്താണ് സംഭവം എന്നറിയാനായിട്ട് പോയി നോക്കിയത്. കുറേ കഥകളൊക്കെ അറിയാൻ സാധിച്ചു. എന്തായിരുന്നാലും ഞാനും ക്യൂബള ദേശത്തെ റോഷി പാഴിനൊപ്പം. അപ്പം ശരി.